മെയ് 1 തൊഴിലാളി ദിനം. തൊഴിലിന്റെ മാഹാത്മ്യം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയോടൊപ്പം മെയ് 1 തൊഴിലാളി ദിനമായി തിരുസഭയും കൂട്ടുചേർന്നിരിക്കുകയാണ്. മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള അസമത്വം എന്നും മനുഷ്യവംശം അനുഭവിക്കുന്ന വിടവാണ്. എല്ലാ മനുഷ്യരും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കുക എന്നത് ദൈവകൽപ്പനയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ആപ്തവാക്യം ലോകം മുഴുവൻ ഇന്നും പ്രസക്തമാണ്. നെറ്റിയിലെ ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കാതെ കൗശലപൂർവ്വം സമ്പാദിക്കുന്ന മനുഷ്യരുള്ള നാടാണ് നമ്മുടേത്. അടിയാനും കുടിയാനും ഒക്കെയുള്ള കാലം ഇപ്പോഴും തുടരുകയാണ്. ലോകത്തിന്റെ 90% സമ്പത്തും കേവലം 10% കയ്യിലാണത്രേ. എന്നാൽ 90% മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തങ്ങളുടെ സമ്പത്തെന്ന് അവർ ചിന്തിക്കുന്നില്ല. 1955 മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയ തൊഴിലാളികളോട് പിയൂസ് 12 മാർപ്പാപ്പ പറഞ്ഞു: ഇന്ന് നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. മെയ് 1 ഇനി മുതൽ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളായിരിക്കും. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ തൊഴിലാളി ദിനത്തെ തിരുസഭ പവിത്രീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. വിശുദ്ധ യൗസേപ്പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ വളർത്തുപിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും കഠിനാധ്വാനത്തിലൂടെ തന്നെയായിരുന്നു അവൻ കുടുംബം പോറ്റിയിരുന്നത്. ഇവൻ തച്ചന്റെ മകനല്ലേ എന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണശേഷം കുടുംബം പുലർത്താൻ പരസ്യ ജീവിതകാലം വരെ യേശു മരപ്പണിക്കാരനായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിലും പാനം ചെയ്യുകയാണെങ്കിലും ദൈവസ്തുതിക്കായി ചെയ്യുവിൻ. ദൈവത്തിന് നിരക്കുന്ന ഏത് ജോലിയും മാന്യമാണ്. അധ്വാനിക്കാത്തവൻ ഭക്ഷണത്തിന് അർഹനല്ല. ദേഹാധ്വാനം എന്ന പോലെ ബുദ്ധിവൈഭവം കൊണ്ടും മനുഷ്യൻ പണം സമ്പാദിക്കുന്നു. കമ്പ്യൂട്ടർ വൈഭവം, സാമൂഹ്യ പ്രവർത്തനം, ആതുര ശുശ്രൂഷ തുടങ്ങിയ അനേകം മേഖലകൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം പോലും മാന്യമായ വേതനം ലഭിക്കുന്ന വേദിയാണ്. പക്ഷേ അതിരുവിട്ട രാഷ്ട്രീയം അതിനെ മലീമസമാക്കുന്നു. ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ സമ്പാദിക്കുന്നവൻ അവസാനത്തെ ചില്ലിക്കാശ് വരെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തെറ്റ് തിരിച്ചറിഞ്ഞ സക്കേവൂസ് കഴുത്തറപ്പൻ സമ്പാദ്യക്കാർക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്, മാർഗദർശിയാണ്. ദശാംശം എന്ന പഴയ നിയമസങ്കല്പം, ജൂബിലി, വർഷാചരണവുമൊക്കെ സന്തുലിതമായ ഒരു ജീവിതക്രമത്തിനുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ്. വറുതിയുടെ കാലത്ത് ഫറവോ കൽപ്പിച്ചു: നിങ്ങൾ യൗസേപ്പിതാവിന്റെ അരികിൽ പോകുവിൻ. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരോട് ഇന്ന് സഭയും ഇതുതന്നെയാണ് പറയുന്നത്.